ഭയം ഭക്തി ബഹുമാനം 2 മണിക്കൂർ 40 മിനിറ്റോളം തിരക്കുള്ള സിനിമ. ധനഞ്ജയ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ എക്സലന്റ് വർക്കായിരുന്നു. ധനഞ്ജയ് ശങ്കറിന്റെ ആദ്യത്തെ സിനിമയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ലാത്ത രീതിയിൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാഹിമും നൂറിനും കൂടെ തിരക്കഥ എഴുതിയ സിനിമ, ദിലീപിനോടൊപ്പം മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തിൽ സിനിമ, അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളുള്ള സിനിമ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, ഈ അതർ ലാംഗ്വേജിലൊക്കെ ജയിലർ പോലത്തെ പരിപാടി കാണുമ്പോൾ നമ്മൾ ഓർക്കും മലയാളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അതിനൊരു കൃത്യമായി ഉത്തരം തന്ന സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഭയം ഭക്തി ബഹുമാനം ബബബ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ക്ലാസ് പരിപാടിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സന്തോഷം തോന്നിയ എന്നാ വെച്ചാൽ, ഈ സിനിമ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് ഷാൻ റഹ്മാന് വയ്യ അല്ലെങ്കിൽ ഗോപിസുന്ദറിന് വയ്യ എന്ന് ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ മുതൽ അവസാനിക്കുന്ന സമയം വരെ ബാക്കി എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇവരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു പാട്ട് ഉണ്ട്, അല്ല അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ട് സ്റ്റിൽ എനിക്ക് വർക്കായി തിയേറ്ററിൽ കാരണം അതിന് മുന്നേ കുറച്ച് സീക്വൻസ് ഉണ്ട്. എന്നിട്ട് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ട് വരുമ്പോൾ അത് നല്ലപോലെ വർക്കാവുന്നുണ്ട്. പക്ഷെ വേറൊരു പാട്ടും കൂടി ഉണ്ട് ഷാന്റെ, എനിക്ക് ശരിക്കും സൂപ്പറായിട്ട് തോന്നി. ഒരു കുടുംബത്തിന്റെ അമ്മ അപ്പൻ മകന്റെ ഒരു പാട്ട് കാണിച്ചു, അത് അടിപൊളി പാട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒറിജിനൽ, എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം ഗോപിസുന്ദറാണെന്ന് എനിക്ക് തോന്നുന്നു. റീവർക്ക് പോലെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലാസ് പരിപാടിയായിരുന്നു ഗോപിസുന്ദർ ചെയ്തേക്കുന്നത്. അവസാനം വരെ നല്ല സൂപ്പറായിട്ട് എൻഗേജ് ചെയ്ത് പടത്തെ നല്ലപോലെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമ, ഇവരുടെ മ്യൂസിക്. പിന്നെ എനിക്ക് പെർഫോമൻസിന് പറയുന്നത്, ദിലീപ് ആ റൺവേയിലൊക്കെ ചെയ്ത് വെച്ചേക്കണ പോലെ 1 മീറ്റർ പോലും വലുപ്പോ അങ്ങനെയൊന്നും പോവാതെ കറക്റ്റായിട്ട് ആ മീറ്ററിൽ ദിലീപ് ക്ലാസ് ആയിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനുണ്ട്, വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഷോ തന്നെയാണ് ഈ സിനിമയിൽ ത്രൂട്ടുള്ളത്. വിനീത് എസ്പെഷ്യലി കലക്കി കളഞ്ഞു. ധ്യാനും ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ കയ്യടിയായിരുന്നു. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങ് കിടിലമായിട്ട് അവസാനിക്കും. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു കഥയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ റിയാലോജിയുടെ ഒരു പെർഫോമൻസ്. പുള്ളിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ധനഞ്ജയ് എഴുതി പഠിച്ചിട്ട് വന്ന പോലെയാ. മുണ്ടുപറിച്ചടി എല്ലാ സാധനവും, ഡാൻസ് പരിപാടികൾ, എല്ലാ രീതിയിലും മോഹൻലാൽ എലമെന്റ്സ് കൃത്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടാണ്. ഈ അടുത്ത കാലത്ത് ജയിലറിന് ശേഷം ഇത്ര നന്നായിട്ട് മോഹൻലാലിനെ പ്രസന്റ് ചെയ്ത ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ലുക്ക് വൈസ് എനിക്ക് കുറച്ചുകൂടെ നന്നാക്കാമെന്ന് എനിക്ക് തോന്നി ആ ബിഗ് ഒക്കെ. പക്ഷെ മോഹൻലാൽ എലമെന്റ്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. പിന്നെ ദേവജിയുടെ കുറെ കോമഡി ഉണ്ട്. സിനിമ ത്രൂ ഔട്ട് ഒരു കോമഡിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. അവസാനം ഞാൻ പറഞ്ഞില്ല, അവസാനം ഒരു ക്ലൈമാക്സിൽ കുറച്ചൊരു ചെറിയ ഒരു ഇത്തിരി ഹൈ കുറവുണ്ട്. പക്ഷെ അവിടെയും ഈ ഒരു മാസ് മസാല എന്റർടൈനർ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനു മുന്നേ വരെ സിനിമ നല്ല രീതിയിൽ ഹൈ ആക്കി കൊണ്ടുപോകുന്നുണ്ട് ത്രൂ ഔട്ട്. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ബബബ. അപ്പൊ കണ്ടു നോക്കൂ, കണ്ട വിശേഷങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്.